ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ത്രീകള് സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുകയാണ്, നല്ല രീതിയിൽ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലഭിക്കാവുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം ഇന്ന് കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സ്ത്രീകൾ ഇപ്പോൾ സ്വന്തമായിട്ട് എക്സസൈസിനെ കുറിച്ചും അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവരുടെ സൗന്ദര്യ സംരക്ഷണത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. മിക്ക ആളുകളും വീടുകളിൽ ഓൺലൈൻ കോച്ചിന്റെ സഹായത്തോടു കൂടി വ്യായാമം ചെയ്യുന്ന രീതിയിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് വ്യായാമം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നോക്കാം. അതിലൊന്നാണ് ഹെൽപ്സ് റെഡ്യൂസ് ബെലി ഫാറ്റ് ആൻഡ് ടോൺ ദ ബോഡി. നമുക്കറിയാം ഇത് കേൾക്കുന്ന മിക്ക അമ്മമാർക്കും കൊടവയറായിരിക്കും ഉണ്ടായിരിക്കുക. അത് കൊടവയറിന് ഒരു പ്രധാനപ്പെട്ട കാരണം അശാസ്ത്രീയമായിട്ടുള്ള ഈ പ്രസവാനന്തര ശുശ്രൂഷ രീതികളാണ്. നമ്മുടെ നാടുകളിൽ നല്ല സുന്ദരികളും നല്ല ഷേപ്പിലെ സ്ത്രീകളൊക്കെ പ്രസവിച്ചു കഴിഞ്ഞ് ഒരു 2-3 മാസത്തെ പ്രസവാനന്തര ഭക്ഷണ രീതികൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, വയറ് കൂടി അല്ലെങ്കിൽ പൊണത്തടിയിലേക്ക് മാറുന്നതായി കാണുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുന്ന അമ്മമാരും മിക്ക ആളുകളും വയറും തൊട്ട് നോക്കൂ, വയറ് കുറച്ച് കൂടുതലുണ്ടായിരിക്കും. ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒരു കോച്ചിന്റെ സഹായത്തോടെ നിങ്ങൾ വ്യായാമം ചെയ്യാൻ റെഡിയാണെങ്കിൽ ഏത് വയറും ഒരു 3 മുതൽ 6 മാസത്തിനുള്ളിൽ കൺട്രോൾ ചെയ്ത് വരാൻ കഴിയും. ഒരു മിനിമം വയറ് സൈസിനനുസരിച്ചാണ്. ഏറ്റവും ചുരുങ്ങിയ 6 മാസം നിങ്ങൾ വ്യായാമം ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ വയറ് എന്തെങ്കിലും ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വയറൊന്ന് ഒതുങ്ങും. ഒരു 5-6 മാസം കഴിഞ്ഞാൽ ഒന്ന് ഒതുങ്ങിയ ശേഷം പിന്നെ അതിനനുസരിച്ചുള്ള അണ്ടർവെയർ, നല്ല ടൈറ്റ് ഡ്രസ്സുകൾ, അതുപോലെ തന്നെ ബെൽറ്റുകൾ ഉപയോഗിച്ച് രീതിയിലേക്ക് നല്ല ഷേപ്പിലേക്ക് വരാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ തടിയുള്ള ആളുകൾ ഒരു എക്സസൈസ് ചെയ്യുക 2-3 മാസങ്ങൾ കൊണ്ട് ടോൺ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ ഇങ്ങനെ കുറഞ്ഞു വരും. ഷേപ്പിലേക്ക് അത് വരും. അടുത്ത് നോക്കാം, ബാലൻസസ് ഹോർമോൺസ്. ശരീരത്തിൽ ഒരുപാട് പുരുഷന്മാർക്ക് സ്ത്രീകൾക്കൊക്കെ ഹോർമോൺസ് ഉണ്ട്. സ്ത്രീകൾക്ക് കുറച്ച് അധികമുണ്ട്. കാരണം സ്ത്രീകൾക്ക് ഈ പ്രസവാനന്തരം കുട്ടിയിലാണ സമയത്ത്, മുലപ്പാൽ കുടിക്കുന്ന സമയത്തൊക്കെ ഹോർമോൺ വേരിയേഷൻസ് വല്ലാതെ വരും. അതിലൊരു ഈ ശരീരത്തിലെ ഹോർമോൺ വേരിയേഷൻ ഉണ്ടായിരുന്ന ഒരു അസ്വസ്ഥതയാണ് PCOD. സ്ത്രീകൾക്ക് ഉണ്ടാവുന്നതാണ് PCOD. അതുപോലെ തന്നെ തൈറോയിഡ്. ഈ PCOD പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. അത് PCOD കേൾക്കുന്ന ആളുകൾ എന്താ PCOD വളരെ സിമ്പിളാണ്. ശരീരത്തിന്റെ പല ഭാഗങ്ങളും കൊഴുപ്പടിഞ്ഞു ചേർന്ന്, പ്രത്യേകിച്ച് സ്ത്രീകളാവുമ്പോൾ സ്ത്രീകളെ ഗർഭാശയത്തിന്റെ ഭാഗത്തും ഓവറിന്റെ ഒക്കെ ഭാഗത്തും കൊഴുപ്പ് മാല അടിഞ്ഞു ചേർന്നിട്ടുണ്ടെയും ഗർഭാശയം ഓവറി കൃത്യമായിട്ട് അത് പ്രവർത്തനക്ഷമമല്ലാത്തൊരവസ്ഥ. ഈ അവസ്ഥക്ക് ഇങ്ങനത്തെ സ്ത്രീകൾക്ക് പീരിയഡ്സിന്റെ വേരിയേഷൻസ് ഒക്കെ വരാം. അപ്പൊ ഇത് കേൾക്കുന്ന അങ്ങനത്തെ PCOD ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നും ചിന്തിക്കണം, നാളെ ഹാർഡായിട്ട് വ്യായാമം ചെയ്യുക. ഒരു 6 മാസം 1 വർഷം ഹാർഡായിട്ട് വ്യായാമം ചെയ്യുന്നതോടുകൂടി PCODയിലെ അവസ്ഥ അത് മാറും. അപ്പൊ സ്ഥിരമായിട്ട് നിങ്ങൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ ഹോർമോണും ബാലൻസ് ആയി വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ പ്രൊമോട്ട്സ് ഹെൽത്തി വെയിറ്റ് മാനേജ്മെന്റ്. നമ്മുടെ വെയിറ്റ് ഒന്ന് മാനേജ് ചെയ്യേണ്ടത്, ചിലർ വെയിറ്റ് ഇങ്ങനെ കൂടും. ഇത് നമ്മൾ ചെയ്യേണ്ടത്, വീട്ടിലൊരു വെയിറ്റ് മെഷീൻ നിർബന്ധമായിട്ട് വാങ്ങണം. വെയിറ്റ് മെഷീൻ ഒരു 15 ദിവസം കൂടുമ്പോൾ ഈ കേൾക്കുന്ന ആളുകളൊക്കെ വെയിറ്റ് ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. 15 ദിവസം വെയിറ്റ് കൂടെ തോന്നണം, എന്ത് ചെയ്യുക, വെയിറ്റ് കൂടുകയാണെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്യുക, വ്യായാമം കൂട്ടുക. ഒരിക്കലും കൂടാൻ അനുവദിക്കരുത്. ഫുഡ് കൺട്രോൾ ചെയ്യുക, വ്യായാമം കൂട്ടുക. കുറഞ്ഞ രീതിയിലേക്കാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്ര ഹെൽത്തുമായി ബന്ധപ്പെട്ട ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അടുത്ത് നോക്കാം. നമുക്ക് അടുത്ത പോയിന്റ് എന്താണെന്നുണ്ട്. അടുത്തത് ഇംപ്രൂവ്സ് മൂഡ് ആൻഡ് റെഡ്യൂസ് സ്ട്രെസ്. ഈ മൂഡ് ഇന്നൊരു സുഖമല്ല, എന്തോ ഒരു അസ്വസ്ഥത പറയില്ലേ, ഒരു ജോലി. ഈ മൂഡിന് മെയിൻ പ്രശ്നം കാരണം ഹൃദയത്തിന് കൃത്യമായിട്ട് പമ്പിങ് നടക്കണം. ശരീരത്തിന് എല്ലാ ഭാഗത്തും രക്തം പമ്പ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഈ രക്തത്തിന്റെ കൂടെ എല്ലാ ഭാഗത്തും ഓക്സിജൻ എത്തേണ്ടതുണ്ട്. ഇതിലെവിടെയെങ്കിലും ഷോർട്ടേജ് വരുമ്പോൾ നമുക്ക് മൂഡില്ലാതെ പ്രശ്നം വരിക, കോട്ടുവായുള്ള പ്രശ്നങ്ങളൊക്കെ വരിക. അപ്പൊ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുക മൂഡ് കൺട്രോൾ ചെയ്ത് നിർത്തും. മാത്രമല്ല റെഡ്യൂസ് സ്ട്രെസ്, ടെൻഷൻസ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം. മിക്ക അമ്മമാരും ഭൂരിപക്ഷം അമ്മമാരും എന്തായിരിക്കും, ഹസ്ബൻഡ് എന്തായിരിക്കും, പ്രവാസത്തിലായിരിക്കും, ഹസ്ബൻഡ് പ്രവാസിയായിരിക്കും. അപ്പൊ ഹസ്ബൻഡ് അകൽച്ചയിലുള്ള ഒരു മാനസിക പ്രയാസം ഉണ്ടായിരിക്കാം. മാത്രമല്ല ഈ ഹസ്ബൻഡ് പ്രവാസത്തിലാകുമ്പോൾ വീട്ടിലും കുടുംബവും മക്കളെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ ചില അമ്മമാർ പ്രയാസപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഈ സ്ട്രെസ് എന്ത് ചെയ്യുക, വലിയ അസ്വസ്ഥത വരും. അപ്പൊ ഈ സ്ട്രെസ് റിലീസ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒരു ദിവസം 1/2 മണിക്കൂറെങ്കിലും ഏറ്റവും ചുരുങ്ങി നല്ല രീതിയിൽ വ്യായാമം ചെയ്താൽ ഒരു 2 ആഴ്ച കൊണ്ട് നിങ്ങളെ സ്ട്രെസ് ഒക്കെ റിലീസ് ചെയ്ത് നല്ല ഉറക്കം കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടുത്ത ചെയ്തുക, ബൂസ്റ്റ് എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് രാത്രി ഉറങ്ങുന്നത് നമ്മൾ പല ജോലിയും ചെയ്യേണ്ടി വരും. ഈ ജോലിക്കൊക്കെ എന്ത് ചെയ്യുക, മടുപ്പില്ലാത്ത ഒരേ എനർജി ഫീൽ ചെയ്യണം. നമുക്ക് എന്ത് ജോലി ഒരു ചുറുചുറുക്കോളം ചെയ്യാൻ പറ്റുന്ന എനർജി ലെവൽ വരാം.
ഇതിന് നിങ്ങൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ ശരീരത്തിലെ എല്ലാ ഫങ്ഷൻസും നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, രാവിലെ മുതൽ വൈകുന്നേരം എല്ലാ ജോലികളും ഒരു മടുപ്പില്ലാതെ സന്തോഷത്തോടെ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. മറ്റൊന്ന് നമുക്ക് നോക്കാം. സ്ട്രെങ്തൻ ബോൺ മസിൽസ്, ബോൺസ് ആൻഡ് മസിൽസ്. ഇത് കേൾക്കുന്ന വളരെ ശ്രദ്ധിക്കുന്ന കാര്യം, നമ്മളെ വ്യായാമം ചെയ്തതിൽ എന്ത് ചെയ്യുക, നമ്മളെ ബോൺസും മസിൽ സ്ട്രെങ്ത് ആവുന്ന അറിയാം. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു അസുഖം, ഒരു 55-60 ഈ മുട്ട് മാറ്റി ശസ്ത്രക്രിയ. കുറെ ആളുകൾ ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ, പഴയ പലയിടത്തും ഇതില്ല. പണ്ട് നമ്മൾ വല്യമ്മമാരും വല്യമ്മമാരൊക്കെ ഒരുപാട് ആളുകൾ ജീവിച്ചു പോയി, അവർക്കൊന്നും ഇങ്ങനെ ഈ മുട്ട് മാറ്റി നമ്മൾ കേട്ടില്ല. കാരണം അവർ ഒരുപാട് നടന്നിരുന്നു ദിവസം. മാത്രമല്ല കൃഷിപ്പണികൾക്ക് പാടത്തും പറമ്പിലൊക്കെ ജോലി ചെയ്തിരുന്നു. പുരുഷന്മാരുടെ കന്ന് കൂട്ടുക, അതൊരു ഫുൾ ടൈം അവർ അധ്വാനിച്ചിരുന്നു. അപ്പൊ അധ്വാനിക്കുമ്പോൾ ഇവരുടെ ശരീരത്തിന് എല്ലാ മസിൽസും നല്ല പവറായിരുന്നു. പ്രത്യേകിച്ച് കാലിന്റെ മസിലൊക്കെ നടന്നാൽ നല്ല പവറുണ്ട്. നടന്നാൽ ഇന്ന് കാലഘട്ടം മാറി. ഇന്ന് നമ്മൾ നടക്കുന്നില്ല. പണക്കാരാണെങ്കിലും പാവപ്പെട്ടവനൊക്കെ വാഹനത്തിലാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്തുള്ള കാലിന് പ്രത്യേകിച്ച് ഒരു വർക്ക് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, പണ്ടൊക്കെ വയസ്സന്മാര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടേബിളിൽ പലകെട്ട് നിലത്തിരുന്നപ്പോൾ നമ്മളിന്ന് ടേബിളിലാണ് ഇരിക്കണത്. പിന്നെ എക്സസൈസ് ഇല്ല, നടത്തല്ല, പിന്നെ കൂടുതൽ ലോഡൊന്നും നമ്മൾ വെയിറ്റ് എടുക്കുന്നില്ല. പിന്നെ ഈവൻ നമ്മൾ ബാത്റൂമിൽ ഇരിക്കുകയല്ല, ബാത്റൂമിലും എന്ത് ചെയ്യുക, ഒരു കംഫർട്ട് രീതിയിലാണ് ഇരിക്കുന്നത്. നീ ശ്രദ്ധിച്ചോ എങ്ങനെ നിങ്ങളെ മുട്ട് ട്രബിൾ വരാൻ കാരണം നോക്കുക. ഈ മുട്ട് കണ്ട, മുട്ടിന്റെ എല്ല് നമ്മളെല്ലാവരും ഈ ചിത്രത്തിൽ കാണുന്നുണ്ട്. ഈ സൈഡ് കാണുന്നതാണ് മുട്ടിന്റെ മസിൽസ് ഉണ്ടാവും. നമ്മൾ കാലിന്റെ മുട്ടിന്റെ മസിൽ ബലപ്പെട്ട് കഴിഞ്ഞാൽ കാലിന്റെ എക്സസൈസ് ചെയ്ത്, ഇപ്പൊ സ്ത്രീകൾ ചെയ്യുന്നത് കാലെന്ത് ചെയ്യുക, കാലിന് നല്ല എക്സസൈസ് ചെയ്യുമ്പോൾ മസിൽസ് ബലപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന്റെ വെയിറ്റ് മസിൽസ് എന്ത് ചെയ്യും, നമ്മൾ നടക്കുന്ന സമയത്ത് ഒരു ഓവർ വെയിറ്റുകൾ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവപ്പെടുന്ന സ്ഥലം ഈ മുട്ടിന്റെ ഭാഗമാണ്. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളെ വെയിറ്റ് ഈ മസിൽ താങ്ങും, മസിലുകൾ പിടിച്ചു നിർത്തും. പക്ഷെ നിങ്ങളുടെ മസിലുകൾ സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2 എല്ലുകളാണ് വെയിറ്റ് താങ്ങേണ്ടി വരിക. അപ്പൊ എല്ലുകൾ പരസ്പരം ഉരസിയിട്ട് പെട്ടെന്ന് അത് മുട്ട് ഡാമേജ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് വ്യായാമം ചെയ്ത് കേൾക്കുന്ന ആളുകൾ വളരെ ഒഴിവാക്കുന്ന ഒരു സ്വഭാവം, ഈ ബാത്റൂം പറഞ്ഞത് വീട്ടിലെ യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടായി കുഴപ്പമില്ല, വീട്ടിൽ ഇന്ത്യൻ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുക. അത് നിങ്ങളെ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിച്ച് ഒരു ദിവസം 4-5 പ്രാവശ്യം വളഞ്ഞു മുട്ടി ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കൃത്യമായിട്ട് വ്യായാമം ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കും. അപ്പൊ കൃത്യമായിട്ട് വ്യായാമം ചെയ്താൽ ഭാവിയിൽ വരാവുന്ന മുട്ടുമാറ്റിയവർക്ക് ശസ്ത്രക്രിയകൾക്ക് ഒഴിവാക്കാൻ നമുക്ക് പറ്റും. മറ്റു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഇംപ്രൂവ്സ് ഹാർട്ട് ഹെൽത്ത്, ഹൃദയത്തിന്റെ ആരോഗ്യം. നമുക്കറിയാം നമ്മുടെ ഹൃദയമാണ് ശരീരത്തിലെ എല്ലാം വളരെ പ്രധാനപ്പെട്ട. ഹൃദയം കടക്കട പമ്പ് ചെയ്ത് കൊടുക്കുക. ഹൃദയം കൃത്യമായിട്ട് പമ്പ് ചെയ്യാൻ ഹൃദയത്തിന്റെ പേശികളൊക്കെ നല്ല ബലം വേണം. അപ്പൊ എന്ത് ചെയ്യും, വ്യായാമം ചെയ്യുന്നതോടുകൂടി ഈ പമ്പിങ് ഇങ്ങനെ കൂടുമ്പോൾ അതിന്റെ അർത്ഥം ഹൃദയത്തിന്റെ ആരോഗ്യം, ഹൃദയത്തിന്റെ പേശികളൊക്കെ നല്ല ബലം രീതിയിലാവും. എല്ലാ ഭാഗത്തേക്കും കൃത്യമായിട്ട് രക്തം പമ്പ് നമുക്ക് എനർജി നമുക്ക് ഫീൽ ചെയ്യും. മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഈസസ് മെൻസ്ട്രൽ ഡിസ്കംഫർട്ട്. അതായത് നമ്മളെ വീടുകളെ കാണാം, സ്കൂളിൽ പോണ കുട്ടികളെ, കോളേജ് പോണ കുട്ടികളൊക്കെ അവരെന്ത് ചെയ്യും, പീരിയഡ്സ് സമയത്ത് വീട്ടിലെ വയറൊക്കെ പിടിച്ച് ആകെ അസ്വസ്ഥയിരിക്കുന്നത് കാണാം. നിങ്ങൾ ഉഷാറായിട്ട് വ്യായാമം ചെയ്ത് നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ ഫംഗ്ഷൻസും വർക്ക് ചെയ്യുമ്പോൾ പീരിയഡ്സ് ഒന്നും അത്ര വലിയ പ്രശ്നം, വേദന ഇല്ലാത്തൊരു നല്ല കംഫർട്ട് പീരിയഡ്സിലേക്ക് വരും. ആ രീതിയിലേക്ക് നിങ്ങൾ മാറി ചിന്തിക്കുക, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ബൂസ്റ്റ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം. ഒരാളോട്, ഒരു സ്ത്രീയോട് ചോദിക്കുക, നിങ്ങൾക്ക് വ്യായാമത്തിലൂടെ എന്ത് നേടി? സ്ത്രീ പറയേണ്ട ഉത്തരം എന്തായാലും കോൺഫിഡൻസ്. കാരണം സ്ത്രീകൾക്ക് നടക്കാനും ഓടാനും ജോലി ചെയ്യാനും സ്വന്തമായിട്ട് എന്തൊരു കാര്യം ഏറ്റെടുത്ത് ചെയ്യാന്, ദൂര സ്ഥലങ്ങളിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാന്, അതിനൊക്കെ ഒരു കംഫർട്ട് വരാണ്ട്, എന്ത് ചെയ്യുക, ഒരു കോൺഫിഡൻസ് വരാണ്ട് ഈ വ്യായാമം നിങ്ങൾ സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ, വ്യായാമം ചെയ്യുന്നതോടുകൂടി നിങ്ങളെ ശരീരത്തിന് മാത്രമല്ല പവർ കിട്ടുക, മനസ്സൊരു പവർ കിട്ടും. ഇത് കേൾക്കുന്ന അമ്മമാരെ ശ്രദ്ധിക്കേണ്ടത്, പെൺമക്കളെ ശീലിപ്പിക്കേണ്ടത് കോൺഫിഡൻസോടെ ജീവിക്കാൻ അവരെ ശീലിപ്പിക്കേണ്ടതുണ്ട്. അത് ചെയ്യരുത് അങ്ങനെ അവരെന്ത് ചെയ്യുക, അവർക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് എന്ത് ചെയ്യുക, വീട്ടിൽ വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാഹനമൊക്കെ ഓട്ടാൻ പഠിപ്പിക്കുക. പിന്നെ ദൂര സ്ഥലങ്ങളൊക്കെ സ്വന്തമായിട്ട് അവരെ യാത്ര ചെയ്യാൻ ശീലാക്കേണ്ടതുണ്ട്. പക്ഷെ അവരെ സെൽഫ് അവരെ ശരീരത്തെ നോക്കാൻ അവരെ പഠിപ്പിക്കുകയും വേണം. അപ്പൊ ഈ കോൺഫിഡൻസിലെ ഒരു വർദ്ധിക്കും. അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ആത്മവിശ്വാസം വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ്. എൻകറേജ് ഹെൽത്തി ഏജിങ്. നമ്മളെ നാടുകളിലൊക്കെ ചില സന്തൂർ ഉമ്മമാർ അല്ല അമ്മമാരുണ്ടാവും, സന്തൂർ. അതായത് 2-3 പ്രസവം കഴിഞ്ഞെങ്കിലും അമ്മനെ കണ്ട പ്രായം തോന്നുകയല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് നിങ്ങൾ വരും. അത് യാഥാർത്ഥ്യം. കാരണം ഞാൻ ഒരു യാത്രയുടെ ഭാഗമായി ചൈനയിൽ കണ്ട ഒരു പോസിറ്റീവ് വശമാണ്. ചൈനയിൽ സ്ത്രീകള് അവരെ ഭക്ഷണ രീതിയും വ്യായാമം അവർ ചെയ്യുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കി അവരുടെ ഭക്ഷണ രീതി ഒരു ദിവസം 3 നേരമുള്ളൂ. രാവിലെ, ഉച്ചക്കത്തെ ഭക്ഷണം 12 മണിക്കാണ്,
വൈകുന്നേരത്തെ ഭക്ഷണം ഇരുട്ടുന്നതിന് വരെ 6-6:30 മുതൽ ഭക്ഷണം കഴിക്കും. അവിടെ ഒരു 3-4 മക്കളുള്ള അമ്മമാരെ പോലും കണ്ടാല് കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളെ പോലെ അത്ര സ്മാർട്ട്, അത്ര സുന്ദരികളായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. അത് അവരുടെ ഒരു ഫുഡിന്റെയും ഒരു വ്യായാമത്തിൽ രണ്ടും കൂടി ഒരു കോമ്പിനേഷൻ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു യങ് മൈൻഡ് സെറ്റ് നിങ്ങൾ ജീവിക്കാൻ നിങ്ങൾ റെഡി ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എന്തൊരു സന്തൂർ മമ്മിയെ പോലെ ജീവിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതേപോലെ ആരോഗ്യകരമായ കാര്യങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരികൾക്ക് ഒന്ന് ഇതിന്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വിഷയമായി നാളെ കാണാം. ഓക്കെ, താങ്ക് യു.